ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഏക് ദൗഡ് ACB എന്ന ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഏതാനും കുറച്ച് ഭാഗമാണ് തുടക്കം, ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ തുടർന്ന് വരുന്ന ഒരു പാരഗ്രാഫാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ തുടർന്ന് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആ ഒരു പാഠഭാഗത്തിൻ്റെ അർത്ഥം നോക്കാം. അതിനുശേഷം തന്നിട്ടുള്ള ആക്ടിവിറ്റീസും കൂടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക്സ് വേദിയിൽ ഒരു മത്സരം നടക്കാൻ പോകുന്നു. ഒരു പ്രത്യേക ഓട്ട മത്സരം നടക്കാൻ പോകുന്നു. 100 മീറ്ററുള്ള ഓട്ട മത്സരത്തിൽ ഒരു പ്രത്യേക സംഭവം, ഒരു വിചിത്രമായ സംഭവം നടന്നു. 9 മത്സരാർത്ഥികളാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ അംഗവൈകല്യം, ഓരോരോ ശാരീരിക പ്രശ്നങ്ങളുള്ള ആളുകളായിരുന്നു ഈ ഒരു 9 മത്സരാർത്ഥികളും. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത പാരഗ്രാഫ് എന്താണ് പറയുന്നത് നോക്കാം. എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. സീറ്റി ബജി, വിസിൽ മുഴങ്ങി. സീറ്റി പറഞ്ഞാൽ വിസിൽ, ബജി മുഴങ്ങി, ബജനാലെ മുഴങ്ങുക, ബജി മുഴങ്ങി. സീറ്റി ബജി, വിസിൽ മുഴങ്ങി. സബി ദൗഡ് പടേ, എല്ലാവരും ദൗഡ് പടേ, ഓടാൻ തുടങ്ങി. വിസിൽ കേട്ടപ്പോൾ എല്ലാവരും ഓടാൻ തുടങ്ങി. बहुत तेज़ तो नहीं पर उनमें जीतने की होड़ ज़रूर तेज़ थी. എന്താ പറയുന്നത്? ബഹുത് തേസ് തോ നഹി, വളരെ വേഗതൊന്നുമല്ല. ബഹുത് വളരെ ഒരുപാട്. തേസ് പറഞ്ഞാൽ വേഗം, സ്പീഡ്. തോ നഹി വേഗത്തിലല്ല അവർ ഓടിയത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവർ അത്ര പെട്ടെന്ന്, സാധാരണ നോർമൽ ആളുകൾ ഓടുന്ന പോലെ അത്ര പെട്ടെന്ന് വേഗത്തിലല്ല ഓടിയത്. പക്ഷേ ഉന്മേ ജീത്തിനേക്ക് ഹോഡ്, അവർക്ക് ജയിക്കാനുള്ള, ജീത്ത് എന്ന് പറഞ്ഞാൽ ജയിക്കുക. അപ്പോൾ അവരിൽ ജയിക്കാനുള്ള ഒരു വാശി, ഹോഡ് എന്ന് പറഞ്ഞാൽ വാശി, ജറൂർ തേസ് ദി, അത് അവർക്കുള്ളിൽ എന്ത് ഉണ്ടായിരുന്നു? തീവ്രമായിരുന്നു. അല്ലെങ്കിൽ അവർ വളരെയധികം പ്രതീക്ഷയോടെ, വാശിയോടെ ആയിരുന്നു അവർ ഓരോരുത്തരുടെയും ഉള്ളിലും ഉണ്ടായിരുന്നത്. ജയിക്കണം എന്നുള്ളൊരു വാശി അവരുടെയൊക്കെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോർമൽ സ്പീഡിലാണ് അവർ ഓടി തുടങ്ങിയത്. സബി ജീത്തിനെ കി ഉത്സുകത കെ സാത്ത് ആകെ പടേ. അപ്പോൾ എല്ലാവരും, സബി ജീത്തിനെ കി ഉത്സുകത, അവർ എല്ലാവരും ജയിക്കാനുള്ള ഒരു ആവേശം. ഉത്സുകത പറഞ്ഞാൽ ആവേശം അല്ലെങ്കിൽ ഉത്സാഹമൊക്കെയാണ് അർത്ഥം. അത് മനസ്സിൽ ഉള്ള അവർ എന്ത് ചെയ്തു? ഓരോരുത്തരും മുന്നേറി, ആ ഓട്ട മത്സരത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തബി ഏക് ഛോട്ടാ ലഡ്ക ടോക്കർ ഗാക്കർ ലഡ് ഗഡായ ഗീര ഓർ രോ പട. അപ്പോൾ ആ സമയം ഏക് ഛോട്ടാ ലഡ്ക, ഒരു ചെറിയ ആൺകുട്ടി, ടോക്കർ ഗാക്കർ ലഡ് ഘടായ, തട്ടിത്തടഞ്ഞ് കാലിടറി, ഗിര ഓർ രോപ്പട, താഴെ വീണു. എന്ത് ചെയ്തു? അവന് കരയാൻ തുടങ്ങി. രോന കരയുക, രോപ്പട കരയാൻ തുടങ്ങി. അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ എന്ത് ചെയ്തു? ഒരു ചെറിയ ആൺകുട്ടി തട്ടിത്തടഞ്ഞുകൊണ്ട് വീഴുന്നു. അവന് വീണ് കരയുന്നു. ഉസ്കി ആവാസ് സുൻകർ ബാക്കി പ്രതിഭാഗി ദൗഡ്ന ചോട് ദേഖ്നെ ലഗേക്ക് ക്യാ ഹുവ. അപ്പോൾ ഇവൻ വീണ് കരഞ്ഞപ്പോൾ ഉസ്കി ആവാസ്, അവൻ്റെ ആ ശബ്ദം കേട്ടിട്ട്, അവൻ്റെ കരച്ചിൽ കേട്ടിട്ട്, സുൻകർ എന്നാൽ കേൾക്കുക, ഉസ്കി ആവാസ്, അവൻ്റെ ആവാസ് എന്നാൽ അവൻ്റെ ആ കരയുന്ന ശബ്ദം, ആ ശബ്ദം കേട്ടിട്ട്, ബാക്കിയുള്ള മറ്റു മത്സരാർത്ഥികൾ എന്ത് ചെയ്തു? ദൗഡ്ന ചോട്, ഓട്ടം നിർത്തിയിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? ദേഖ്നെ ലഗേക്ക് ക്യാ ഹുവ, എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നോക്കി. അപ്പോൾ ഓട്ടത്തിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുട്ടി തട്ടിത്തടഞ്ഞ് വീഴുന്നു. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് മറ്റ് മത്സരാർത്ഥികൾ എന്ത് ചെയ്യുന്നു? ഓട്ടം നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഈ ശബ്ദം? എന്താണ് സംഭവിച്ചത്? എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നു. ഫിർ ഏക് ഏക് കർക്കെ വേ സബ് ഉസ് ബച്ചേ കി മദദ് കെ ലിയേ ഉസ്കെ പാസ് ആനെ ലഗെ. ഫിർ അങ്ങനെ, എന്നിട്ട് ഏക് ഏക് കർക്കെ, അങ്ങനെ ഓരോരുത്തരായിട്ട്, വേ സബ് എല്ലാവരും, ഉസ് ബച്ചേക്ക് മദദ് കെ ലിയെ, ആ ഒരു ആൺകുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, മദദ് പറഞ്ഞാൽ സഹായം, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, ഉസ്കെ പാസ് ആനെ ലഗെ, ആ കുട്ടിയുടെ അടുത്ത്, പാസ് പറഞ്ഞാൽ അടുത്ത്, ആ കുട്ടിയുടെ അടുത്ത് വരാൻ, ആനെ ലഗെ വരാൻ തുടങ്ങി. സബ് കെ സബ് ലൗഡ് ആയെ, അങ്ങനെ എല്ലാവരും, സബ് കെ സബ് എല്ലാവരും എന്ത് ചെയ്തു? ലൗഡ് ആയി തിരിച്ചു വന്നു. അവൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? ഓട്ടം നിർത്തിയിട്ട് തിരിച്ചു വന്നു. ഉസെ ദോബാര ഖടാക്കിയ, ഉസെ അവനെ, ദോബാര വീണ്ടും, ഖടാക്കിയ എഴുന്നേൽപ്പിച്ച് നിർത്തി.
വീണ് കിടക്കുകയാണ്. അതെല്ലാവരും സഹായിച്ച് അവനെ എന്ത് ചെയ്തു, വീണ്ടും അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഉസ്കെ ആസു പോഞ്ചെ ധൂൽ സാഫ് കി. അങ്ങനെ അവൻ്റെ ആസു പറഞ്ഞാൽ കണ്ണീര് പോഞ്ചന തുടക്കുക, അവിടെ തുടച്ചു. അവൻ്റെ കണ്ണീര് കരയുകയാണല്ലോ, അപ്പോൾ അവൻ്റെ കണ്ണുനീര് തുടച്ചു. ധൂൽ സാഫ് കി, അവൻ്റെ ദേഹത്തുള്ള ധൂൽ പറഞ്ഞാൽ പൊടി ഒക്കെ തട്ടി വൃത്തിയാക്കി. സാഫ് കി, പൊടി തട്ടി വൃത്തിയാക്കി. നിലത്ത് വീണ ദേഹത്തൊക്കെ പൊടിയായിരുന്നു, അതൊക്കെ തട്ടി വൃത്തിയാക്കി. ലड़के की दशा देख एक बच्ची ने उसे अपने गले से लगा लिया और उसे प्यार से चूम लिया. ലഡ്കെ കി ദശ, ആ ആൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട്, ഹാല് കണ്ടിട്ട്, ദേക്ക് ഏക് ബച്ചി, അത് കണ്ട് ഒരു പെൺകുട്ടി, നെ ഉസെ അപ്നെ ഗലേസെ ലഗാ ലിയ, അവനെ കെട്ടിപ്പിടിച്ചു. അവനെ ആ ഒരു അവസ്ഥ കണ്ട് അവന് കരഞ്ഞ് ആകെ വിഷമായിരിക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ പെൺകുട്ടി വന്നിട്ട് എന്ത് ചെയ്തു, എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു അവസ്ഥ, ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഓർ ഉസെ പ്യാർ സെ ചുംലിയ, സ്നേഹത്തോടെ ചുംബിച്ചു, അവനെ ചുംബിച്ചു. യഹ് കഹ്തേ ഹുയേക്ക്, എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അബ് ടീക്ക് ഹോ ജായേഗ, ഇപ്പോൾ എല്ലാം ശരിയാകും, സാരമില്ല, പ്രശ്നമില്ല എന്നുള്ളൊരു സമാധാന വാക്കുകൾ നിസ്സഹായാവസ്ഥയിൽ അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുന്ന ആ കുട്ടിയെ ഇപ്രകാരം പറഞ്ഞ് സമാധാനപ്പെടുത്തി. അപ്പോൾ ഓക്കെ ശരിയായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിയെ ഒന്ന് സമാധാനിപ്പിച്ചു. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഷ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. നിങ്ങൾ നന്നായിട്ട് ഈ ഒരു ഭാഗം വായിക്കുക, അർത്ഥം അറിയാത്തതൊക്കെ എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ എഴുതിയെടുക്കുക. ഇനി നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ വർക്ക്ഷീറ്റ് നോക്കൂ. സഹിയ ഗലത്ത് ലിഖേ, ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ 3 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസുകൾ ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ. ദൗഡ് കെ ബീച്ച് ലഡ്ക ഗിർപട, ഓട്ടത്തിനിടയിൽ ആൺകുട്ടി വീണു. ശരിയല്ലേ, ഓട്ടത്തിൻ്റെ ഇടയിൽ വീണത് നമുക്കറിയാം, പാഠഭാഗത്ത് നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഏതാണ് വരി, എന്താണ്, ശരിയാണ്, സഹി ഹെ. അപ്പോൾ ഇവിടെ സഹി എന്ന് എഴുതുക, കോളത്തിൽ സഹി എന്ന് എഴുതുക. രണ്ടാമത്തെ നോക്കൂ. ഗിരെ ഹുയെ ലഡ്കെ കോ ചോഡ്കർ ബാക്കി പ്രതിഭാഗി ആകെ പടേ, വീണ് കിടക്കുന്ന അല്ലെങ്കിൽ വീണ ആ കുട്ടി ഒഴികെ എന്ത് ചെയ്തു, ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്തു, ഓടി. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, ഗലത്താണ്. നമുക്കറിയാം ആ കുട്ടി വീണപ്പോൾ മറ്റുള്ളവരെല്ലാം ഓട്ടം നിർത്തി ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എന്താണ്, തെറ്റാണ്. ആ കുട്ടി ഒഴികെ മറ്റുള്ളവർ എല്ലാവരും ഓടി എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അപ്പോൾ ഇവിടെ ഗലത്ത് എന്ന് എഴുതാം. അടുത്ത് നോക്കൂ. സാരെ ബച്ചോനെ ഏക് സാത്ത് ദൗഡ് ലഗായി, എല്ലാ കുട്ടികളും ഒരുമിച്ച് ഓടി. ശരിയല്ലേ, ഫസ്റ്റ് എല്ലാവരും ഒരുമിച്ചാണ് ഓടിയത്, അപ്പോൾ എന്താണ്, ശരിയാണ്. സാരെ ബച്ചോനെ ഏക് സാത്ത് ദൗഡ് ലഗായി, അപ്പോൾ അത് സഹി ഹെ. പിന്നീട് മാഷ് പറഞ്ഞു നോക്കൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ 2 കുട്ടികളെ കാണാം. ഒന്ന് സോനു, മറ്റേത് മോനു. അപ്പോൾ സോനു ഇവിടെ പറയാണ്, യഹ് മേര ബായി ഹെ, ഇത് എൻ്റെ സഹോദരൻ ആണ്. യഹ് മേര ബായി ഹെ. ഇപ്പോൾ ഇവിടെ സോനുവിൻ്റെ മുന്നിൽ 2 കുട്ടികളെ കാണാം. അപ്പോൾ സോനു എന്താ പറയുന്നത് നോക്കൂ. യെ മേരെ ബായി ഹെ, ഇത് എൻ്റെ സഹോദരന്മാർ ആണ്. 2 പേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ നോക്കൂ, മാറിയത് യെ മേരെ ബായി ഹെ, ഇതെൻ്റെ സഹോദരന്മാരാണ്. ഇനി ഇവിടെ സോനുവിനെയും പിന്നെ ഒരു പെൺകുട്ടിയെയും കാണാം. ആരാണ്, മീനു. അപ്പോൾ സോനു പറയാണ്, നോക്കൂ, യഹ് മേരി ബഹൻ ഹെ, യഹ് മേരി ബഹൻ ഹെ, ഇതെൻ്റെ സഹോദരിയാണ്. യഹ് മേരി ബഹൻ ഹെ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് വരികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് 48-ാമത്തെ പേജിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 48-ാമത്തെ പേജിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. നോക്കൂ. മേരാ ബായി 5വേ ദർജെ മേ ഹെ, എൻ്റെ സഹോദരൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ സഹോദരൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അടുത്ത് നോക്കൂ. തും മേരെ സാത്ത് മസാക് തോ നഹി കർ രഹേ ഹോ, നീ എൻ്റെ അടുത്ത് തമാശ കാണിക്കുകയൊന്നുമല്ലല്ലോ, നീ എന്നോട് കളി പറയുകയല്ലോ. അപ്പോൾ തും മേരെ സാത്ത് മസാക് തോ നഹി കർ രഹി ഹോ. അടുത്ത് നോക്കൂ. തുമേ മേരി ചിട്ടി മിൽ ഗയി, നിനക്ക് എൻ്റെ ചിട്ടിൻ്റെ എന്താണ്, കത്ത്, നിനക്ക് എൻ്റെ കത്ത് കിട്ടിയോ. മിൽ ഗയി
തുമേ മേരി ചിട്ടി മിൽ ഗയി, നിനക്ക് എൻ്റെ കത്ത് കിട്ടിയോ. അടുത്ത് നോക്കൂ, തും മേരി ബാത് കോ ഗലത് സമജ് രഹി ഹോ, നീ എൻ്റെ വാക്കുകളെ തെറ്റായിട്ടാണ് കണ്ടത് അല്ലെങ്കിൽ എടുത്തത്, മനസ്സിലാക്കിയത്. നീ എൻ്റെ വാക്കുകളെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. തും മേരി ബാത് കോ ഗലത് സമജ് രഹി ഹോ, നീ എൻ്റെ വാക്കുകളെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ മേര, മേരെ, മേരി എന്നുള്ള ഒരു മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് എന്താണ് പറഞ്ഞത് നോക്കാം. നോക്കൂ, ഈ 2 സെൻറ്റൻസുകൾ സജിൻ ഗർ ആയ, സജിൻ ഗർ ആയേഗ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ അർത്ഥം എന്താണ്? സജിൻ ഗർ ആയ, സജിൻ വീട്ടിൽ വന്നു. ആയ എന്ന് പറഞ്ഞാൽ വന്നു, സജിൻ വീട്ടിൽ വന്നു. സജിൻ ഗർ ആയേഗ, സജിൻ വീട്ടിൽ വരും. ആയേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? വരും. അപ്പോൾ വന്നിട്ടില്ല, മറ്റേ ഫസ്റ്റ് എന്താണ്? വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ആയ എന്നുള്ള ആ ഒരു വന്നു എന്നുള്ളത് എന്തായി മാറി? ആയേഗ, വരും എന്നതായിട്ട് മാറി. എന്നാൽ ജസ്റ്റ് ചെറിയൊരു ഗ എന്നാണ് അവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ എന്തായി? അതിൻ്റെ അർത്ഥം മാറി. സജിൻ ഗർ ആയ, സജിൻ വീട്ടിൽ വന്നു. സജിൻ ഗർ ആയേഗ, സജിൻ വീട്ടിൽ വരും. ആ ഒരു അർത്ഥ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നോക്കൂ, മറ്റൊരു കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. വേ ദുക്കാൻ പഹുഞ്ചെ, അവർ കടയിൽ, ഷോപ്പിൽ എത്തി. വേ ദുക്കാൻ പഹുഞ്ചേങ്കെ, അവർ കടയിൽ എത്തും. കടയിലെത്തി, അവർ കടയിൽ എത്തും. മീനു സോയെ, മീനു ഉറങ്ങി. മീനു സോയേങ്കി, മീനു ഉറങ്ങും. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങും. അവർത്തേം രോനെ ലഗി, സ്ത്രീകൾ കരയാൻ തുടങ്ങി. അവർത്തേം രോനെ ലഗേങ്കി, സ്ത്രീകൾ കരയാൻ തുടങ്ങും. അപ്പോൾ ഇത് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊരു പ്രവർത്തനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. നോക്കൂ, നമൂനയ്ക്ക് അനുസാർ വാക്യോങ്കോ ബദൽക്കർ ലിഖേ. അവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, വാക്യങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ജैसे ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. വിക്രം വിശ്വനാഥ് സെ മില, വിക്രം വിശ്വനാഥനെ കണ്ടു. മില കണ്ടു. വിക്രം വിശ്വനാഥ് സെ മിലേഗ, വിക്രം വിശ്വനാഥനെ കാണും. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞു, മറ്റേത് കാണും, ഭാവിയിലുള്ള കാര്യമാണ്, കണ്ടിട്ടില്ല, കാണും. അപ്പോൾ ഇവിടെ പാസ്റ്റും പിന്നെന്താണ്? ഫ്യൂച്ചറാണ്. അപ്പോൾ എന്താണ്? ഒന്ന് കണ്ടു, മറ്റേത് കാണും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള 4 സെൻറ്റൻസുകൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ അടുത്ത് നോക്കൂ, ഉസ്ക ഉപദേശ് സുന, അവൻ്റെ ഉപദേശം, അവൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അപ്പോൾ അവിടെ കേട്ടു എന്നുള്ളതാവും കേൾക്കും എന്ന് ആക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ എഴുതാം? ഉസ്ക ഉപദേശ് സുനേഗ. നേരത്തെ മില എന്നുള്ളത് മിലേഗ എന്നായപ്പോൾ ഇവിടെ സുന എന്നുള്ളത് എന്തായി? സുനേഗ. അവൻ്റെ ഉപദേശം അല്ലെങ്കിൽ അവൻ്റെ പ്രസംഗം ഞാൻ കേൾക്കും. ഉസ്ക ഉപദേശ് സുനേഗ. അടുത്ത് നോക്കൂ, ഉസ്കി ആഖെ ഖുലി, അവൻ്റെ കണ്ണുകൾ തുറന്നു. അതായത് അവൻ്റെ തെറ്റ് മനസ്സിലായി എന്നുള്ളൊരു ഉപമ വാക്കാണ്. ഉസ്കി ആഖെ ഖുലി, അവൻ്റെ കണ്ണുകൾ തുറന്നു. ഉസ്കി ആഖെ ഖുലേഗി, ഉസ്കി ആഖെ ഖുലേഗി. അടുത്ത് നോക്കൂ, മെഹനത്ത് കർക്കെ ധൻ കമായ, കഷ്ടപ്പെട്ട് കഠിനാധ്വാനത്തിലൂടെ പണം സമ്പാദിച്ചു. അപ്പോൾ എന്താണ് അടുത്തത്? അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എങ്ങനെ വരിക? മെഹനത്ത് കർക്കെ ധൻ കമായേഗ, കഷ്ടപ്പെട്ട് പണം അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ പണം സമ്പാദിക്കും. മെഹനത്ത് കർക്കെ ധൻ കമായേഗ. അടുത്ത് നോക്കൂ, സുഖ്സെ രഹനെ ലഗ, സന്തോഷത്തോടെ ജീവിച്ചു. സുഖ്സെ രഹനെ ലഗ. അതിൻ്റെ നേരെ എങ്ങനെ എഴുതാം? സുഖ്സെ രഹനെ ലഗേഗ, സന്തോഷത്തോടെ ജീവിക്കും. സുഖ്സെ രഹനെ ലഗേഗ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രവർത്തനം. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. ആ മാറ്റങ്ങൾ എന്താണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് എഴുതുക. ഇനി ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. അമിത് സ്റ്റേഷൻ പഹുഞ്ച, അമിത് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ എത്തി. ഉസേ ഗാഡി നെഹി മിലി, അദ്ദേഹത്തിന് ട്രെയിൻ കിട്ടിയില്ല. അമിത് സ്റ്റേഷനിലെത്തി, പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല? ഗാഡി മീൻസ് ട്രെയിന് കിട്ടിയില്ല, പോയതും ട്രെയിൻ സ്റ്റേഷൻ വിട്ട് പോയിരുന്നു. ഇനി ഈ സെൻറ്റൻസ് നോക്കൂ. അമിത് സ്റ്റേഷൻ പഹുഞ്ച ലേക്കിൻ ഉസേ ഗാഡി നെഹി മിലി. അമിത് സ്റ്റേഷനിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിന് ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, നേരത്തെ 2 സെൻറ്റൻസ് ആക്കി തന്നത് ഇവിടെ ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അദ്ദേഹം സ്റ്റേഷനിലെത്തിയെങ്കിലും അദ്ദേഹത്തിന് ട്രെയിന് കിട്ടിയില്ല.
അപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് സെൻറ്റൻസുകളെ ഒരുമിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഏത് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ലേക്കിൻ എന്നുള്ള ആ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അബിദ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു, പക്ഷേ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന് ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ഒറ്റ വാക്കിൽ പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എത്തിച്ചേർന്നെങ്കിലും വണ്ടി കിട്ടിയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കൂട്ടി യോജിപ്പിച്ച് ഒറ്റ സെൻറ്റൻസാക്കി മാറ്റുന്നതിന് ഇവിടെ ലേക്കിൻ എന്ന ഈ ഒരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇതേ പ്രകാരമുള്ളൊരു പ്രവർത്തനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നോക്കൂ, നമൂനയ്ക്ക് അനുസാർ വാക്യവും കോ മിലായേം തന്നിട്ടുള്ള ഉദാഹരണം അനുസരിച്ച് പൊരുത്തപ്പെടുത്തി ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹമാരെ രൂപ് രംഗ് അലഗ് ഹെ, ഹം സബ് ഭാരതീയ ഹെ. നമ്മളെ രൂപത്തിലും ഭാവത്തിലൊക്കെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എന്നാലും എന്താണ്, നാം എല്ലാവരും ഭാരതീയരാണ്. അപ്പോൾ ഒരുമിച്ച് എഴുതുമ്പോൾ എന്താണ്? ഹമാരെ രൂപ് രംഗ് അലഗ് ഹെ ലേക്കിൻ ഹം സബ് ഭാരതീയ ഹെ. നമ്മൾ രൂപത്തിലും ഭാവത്തിലും നിറത്തിലൊക്കെ പലതരത്തിലാണെങ്കിലും നാം എല്ലാവരും ഭാരതീയരാണ്. അപ്പോൾ താഴെ മറ്റൊരു ഉദാഹരണം നോക്കൂ. നന്ദു തിത്ലി കെ പീछे ദൗഡ, വഹ് പകഡ്ന പായ. നന്ദു തിത്ലി കെ പീछे, തിത്ലി എന്നാൽ പൂമ്പാറ്റ, പൂമ്പാറ്റയ്ക്ക് പുറകെ ദൗഡ ഓടി, വഹ് പകഡ്ന ആയ എന്നാൽ അവനതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പകഡ്ന പായ, അതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു രണ്ട് സെൻറ്റൻസ് എങ്ങനെ ലേക്കിൻ വെച്ചിട്ട് യോജിപ്പിച്ച് എഴുതാം, അതിലുണ്ടാകുന്ന അർത്ഥവ്യത്യാസം എന്താണ് അതാണ് നോക്കാൻ പോകുന്നത്. നോക്കൂ, ഈ ഒരു രീതിയിൽ എഴുതാം. നന്ദു തിത്ലി കെ പീछे ദൗഡ ലേക്കിൻ പകഡ്ന പായ. നന്ദു ചിത്രശലഭത്തിന് പിന്നാലെ ഓടിയെങ്കിലും അതിനെ പിടിക്കാനായില്ല. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഇത് എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഷ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. പാഠഭാഗം കുറച്ച് അർത്ഥം മനസ്സിലാക്കി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാവരും നന്നായിട്ട് ചെയ്യുക. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എഴുതാൻ ശ്രമിക്കുക, അപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം, ആവശ്യമുള്ളവരെ ചോദിച്ചാൽ മതി. ഗ്രൂപ്പ് ലിങ്ക് ഞാൻ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. ബൈ, സീ യു.